മധുരയിലെ ഭക്ഷണവിശേഷങ്ങൾ തേടിയുള്ള എൻ്റെ യാത്ര അടുത്തതായിട്ട് ചെന്നെത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഇടിയപ്പ കോർണർ എന്ന് പറയുന്ന മധുരയിലെ ഒരു ഫേമസ് ഷോപ്പിന്റെ മുമ്പിലാണ്. പേര് പോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഇടിയപ്പം കൊണ്ടുള്ള കുറേ വെറൈറ്റീസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊത്തിടിയപ്പം, അതായത് നമ്മുടെ കൊത്തു പൊറോട്ടയുടെ മറ്റൊരു വെർഷൻ. ഇടിയപ്പത്തിനോടൊപ്പം ചിക്കൻ ഫ്രൈയും ചിക്കൻ്റെ ഗ്രേവിയും മുട്ടയും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ചേർത്ത് നന്നായിട്ട് തവയിലിട്ട് കൊത്തിയെടുക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ കൊത്തിടിയപ്പം. ഇത് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ വല്ലാത്തൊരു രസമാണ് കേട്ടോ. വലിയൊരു തവയിൽ ഒരുപാട് ഇടിയപ്പവും ചിക്കൻ ഫ്രൈയും മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ എന്തായാലും കുറച്ച് ഐറ്റംസ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചിക്കന്റെ കൊത്തിടിയപ്പമാണ്, അതുപോലെ തന്നെ മട്ടന്റെ ബോട്ടി കൊണ്ടുള്ള കൊത്തിടിയപ്പവും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടിയപ്പത്തിൽ വേറെയും കുറെ വെറൈറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും 2 ഐറ്റംസ് ആണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് പതിയെ ഓർഡർ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വാഴയിലോട്ട് തട്ടുന്നതാണ് ചിക്കന്റെ കൊത്തിടിയപ്പം. ഈ ഒരു പ്ലേറ്റ് ചിക്കൻ കൊത്തിടിയപ്പത്തിന് 130 രൂപയാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ് വരുന്നത്. ആ ഒരു ഇടിയപ്പത്തിൽ ഒഴിക്കാനായിട്ട് ഒരു ഗ്രേവിയും തരുന്നുണ്ട്. ആ ഗ്രേവിയും കൂടെ ഒഴിച്ച് ഞാൻ അങ്ങ് കഴിച്ചു നോക്കി. സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്, അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊത്തു പൊറോട്ടയൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ കൊത്തിടിയപ്പം ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ വാഴയിലോട്ട് തട്ടുന്നതാണ് നമ്മളെ മട്ടന്റെ ബോട്ടി കൊണ്ടുള്ള ഇടിയപ്പം. 150 രൂപയാണ് ഈ ഒരു ഇടിയപ്പത്തിന് റേറ്റ് വരുന്നത്. അതായത് മട്ടൻ ബോട്ടി കൊണ്ടുള്ള ഈ ഒരു ഇടിയപ്പത്തിന് 150 രൂപയാണ് ഒരു പ്ലേറ്റിന് റേറ്റ് വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് മധുരയിലെ യാനക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് കേട്ടോ ഈ ഒരു ഇന്ത്യൻ ഇടിയപ്പ കോർണർ ഉള്ളത്. ഏകദേശം ഒരു 10-15 വർഷത്തോളമായി ഈ ഒരു കട ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. മധുരയിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കഴിച്ചിരിക്കേണ്ട കുറെ ഹോട്ടലുകളുടെ ലിസ്റ്റിനകത്താണ് ഞാൻ ഈ ഒരു യാനക്കലിലുള്ള ഇന്ത്യൻ ഇടിയപ്പ കോർണർ എന്ന് പറഞ്ഞ ഷോപ്പും കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ വാഴയിലോട്ട് ഇട്ട സാധനമാണ് മുട്ട കലക്കി എന്ന് പറയുന്ന സാധനം. അതായത് മട്ടന്റെ ഗ്രേവിയും അതുപോലെ തന്നെ മുട്ടയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കിഡിലെ ഐറ്റാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലൊക്കെ ഈ ഒരു മുട്ട കലക്കി ഭയങ്കര ഫേമസ് ആണ്. ഇടിയപ്പം മാത്രമല്ല കേട്ടോ, മധുരയിലെ ഫേമസ് ബൻ പൊറോട്ടയും ദോശയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മളൊരു 4-5 ഷോപ്പിൽ നിന്ന് ഈ ഒരു ബൻ പൊറോട്ട ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ബൻ പൊറോട്ട നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ വന്നത് ഇടിയപ്പത്തിന്റെ കുറെ വെറൈറ്റീസ് ആണ്. കൊത്തിടിയപ്പത്തിന് പുറമെ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് ഇടിയപ്പവും ആട്ടുകാൽ പായയും. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വരുന്നതിനിടയ്ക്ക് നമുക്ക് ഇവിടുത്തെ കറിദോശ ഒന്ന് കഴിച്ചു നോക്കാം. മട്ടന്റെ ഗ്രേവിയും മുട്ടയും ഒക്കെ ഒരു ദോശ മാവിൽ ഒഴിച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് ഇട്ടിട്ട് അതിന് 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ട് വേവിച്ച് തരും കേട്ടോ. മധുരയിലെ ഒരു ഫേമസ് ഐറ്റമാണ് കറിദോശ. ഇതിന് മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ കോണാർ കടയിലെ കറിദോശയെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കറിദോശയ്ക്ക് 270 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇവിടെ അതേ കറിദോശയ്ക്ക് 130 രൂപയാണ് റേറ്റ് വരുന്നത്. അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. റേറ്റ് വളരെ വ്യത്യാസമുണ്ട്, പക്ഷെ ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല. ഇവിടത്തെ അടിപൊളിയാണ്, അവിടത്തെയും കൊള്ളായിരുന്നു. ഒന്നുകൂടെ സത്യസന്ധമായി പറഞ്ഞാൽ അവിടെ കഴിച്ച 270 രൂപയുടെ കറിദോശയെക്കാളും എനിക്ക് ഇവിടുത്തെ 130 രൂപയുടെ കറിദോശയാണ് കുറെ കൂടെ ഇഷ്ടപ്പെട്ടത് ടേസ്റ്റ് വൈസ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇടിയപ്പ കോർണറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കറിദോശയും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അങ്ങനെ നമ്മുടെ കറിദോശയും കൂടെ കഴിച്ചതിന് ശേഷം നമ്മളെ ഇടിയപ്പവും ആട്ടുകാൽ പായം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3 ഇടിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലെയിൻ ഇടിയപ്പമാണ്. ഇവിടുത്തെ ഇടിയപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വീശപ്പം പോലെയാണ്, കുറച്ച് പരന്നിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ അതുപോലെ ആട്ടുകാൽ പായ. ആ ഒരു ഇടിയപ്പത്തിൻ്റെ പുറത്ത് ഈ ഒരു ആട്ടുകാൽ പായയുടെ ആ ഒരു ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. ഒരു രക്ഷയില്ല കേട്ടോ, കിടിലൻ ടേസ്റ്റാണ്. എനിക്ക് ആ കൊത്തു ഇടിയപ്പത്തിനേക്കാളും ഇവിടെ കഴിച്ച കറിദോശയെക്കാളും മുട്ടക്കലക്കേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോമ്പിനേഷനാണ്. ആട്ടുകാൽ പായയും ആ ഒരു ഇടിയപ്പവും. ആ ഒരു ഇടിയപ്പം നല്ല സോഫ്റ്റ് ആണ്. അതിന് പുറമെ ആ ഒരു ആട്ടുകാൽ പായയുടെ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ്. ഈ ഒരു ഗ്രേവിയും ഇടിയപ്പം ഒരു രക്ഷയില്ലല്ലേ. ആ ഒരു ആട്ടുകാൽ പായയുടെ ഗ്രേവിയുടെ ടേസ്റ്റ് കാരണം നമ്മൾ 2ാമതും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടന്മാര് കുറച്ചുകൂടെ ഗ്രേവി നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ആഹാരം കഴിച്ചപ്പോൾ നമ്മളിവിടെ നിന്ന് ടോട്ടൽ ബില്ല് വന്നത് 584 രൂപയാണ് കേട്ടോ. ചിക്കൻ ഇടിയപ്പം 130, അതുപോലെ ബോട്ടി ഇടിയപ്പം 150, ചിക്കൻ കറിദോശയ്ക്ക് 130, പിന്നെ ആട്ടുകാൽ പായ്ക്ക് 110 രൂപയാണ് റേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ മധുരയിലെ യാനക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഇന്ത്യൻ ഇടിയപ്പ കോർണർ ഉണ്ട്. നിങ്ങളുടെ മധുര യാത്രയിൽ രാത്രി ഒരു ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. മധുരയിൽ ഫേമസ് കൊത്തു പൊറോട്ട മാത്രമല്ല, ഈ ഇടിയപ്പമൊക്കെ പിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്ന കൊത്തു ഇടിയപ്പവും ഇവിടെ ഭയങ്കര ഫേമസ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം അവർ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പാണ് ഇത് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ചിക്കൻ ഇടിയപ്പം നേരത്തെ കിട്ടിയത്. അതിലേക്ക് ധാരയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അതിലേക്ക് ഒരു വലിയ കപ്പ് നിറയെ മുട്ട നന്നായിട്ട് കലക്കി അടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ.
അതിലേക്ക് പ്രധാന ഐറ്റമായ ഇടിയപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടാണ് അവർ പിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുത്തു കിട്ടും. മിക്കവാറും ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ പൊങ്കാല ഇടാനാണ് സാധ്യത. തീർന്നിട്ടില്ല. ചിക്കൻ കൊത്തിടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് അവർ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ ഇടിയപ്പത്തിന് പുറമെ തന്നെ ബോട്ടിയുടെ കൊത്തിടിയപ്പം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ മട്ടൻ്റെ കൊത്തിടിയപ്പം അവൈലബിൾ ആണ്. മുട്ടയുടെ കൊത്തിടിയപ്പം അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് ചിക്കൻ കൊത്തിടിയപ്പമാണ്. ഇനി അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുകളിലായിട്ട് ഇത് വെള്ള കളറിൽ സാധനം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് പാലാണോ തേങ്ങാപ്പാലാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്ത് ഇനി കൊത്തലിൻ്റെ പരിപാടിയാണ്. കുറച്ചുകൂടെ ചിക്കൻ ഫ്രൈ അവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഒരു ബക്കറ്റ് നിറച്ച് ചിക്കൻ ചേർത്തു. വീണ്ടും കുറേ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തത് പൊടിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊത്തിടിയപ്പം റെഡിയായി. അതായത് ചിക്കൻ കൊത്തിടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ സാധനം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് ഞങ്ങൾ മധുരയിൽ പോയപ്പോഴത്തേക്കാണ് കഴിച്ചത്. അവിടുത്തെ ഒരു ഇന്ത്യൻ ഇടിയപ്പ കോർണർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ സംഭവം കഴിച്ചത് കേട്ടോ. എന്തായാലും കൊത്തു പൊറോട്ട പോലെ കൊത്തിടിയപ്പവും നമ്മുടെ കേരളത്തിൽ ഫേമസ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്.